ഗതാഗത വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച മന്ത്രി ഗണേഷ് കുമാറിന്റെ ഇടപെടലുകളിൽ പ്രതിഷേധം പുകയുകയാണ്. കയ്യടി നേടാൻ മാത്രമുള്ള ഷോ ആണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് തൊഴിലാളി സംഘടനകൾ വിമർശിച്ചു. ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്ന മന്ത്രിയുടെ നടപടികൾ ഗതാഗത വകുപ്പിലും പ്രതിഷേധം പുകയുന്നുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഗതാഗത വകുപ്പ് മന്ത്രി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളോട് പൊതുജനങ്ങൾക്ക് എതിർപ്പുണ്ട്, ഒപ്പം തന്നെ വകുപ്പിലും പ്രതിഷേധമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? പരിഷ്കാരങ്ങളോടല്ല, പക്ഷേ അതിനൊപ്പം നടക്കുന്ന ചില പ്രകടനോടങ്ങളോടാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ജീവനക്കാരുടെ സംഘടനകളടക്കം വലിയ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. മന്ത്രി എവിടെ പോയാലും ചില ക്യാമറകൾ അല്ലെങ്കിൽ ചില ഓൺലൈൻ മീഡിയ അങ്ങനെയുള്ള ആളുകളുമായി പോകുന്നു, അതിൻ്റെ വീഡിയോ പിടിക്കുന്നു, അവിടെ വെച്ച് ഡ്രൈവർമാരെ അടക്കം പരസ്യമായി ശകാരിക്കുന്നു, ചെറിയ വീഴ്ചകൾക്ക് പോലും അത് മാധ്യമങ്ങളിലൂടെയൊക്കെ കാണിക്കുന്നു തുടങ്ങിയിട്ടുള്ള വലിയ വിമർശനങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് അവർ ചില കാര്യങ്ങൾ കൂടി എടുത്തു പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ ബസ്സിന് മുന്നിൽ കുപ്പികൾ നിരത്തി വെച്ചു എന്നതിൻ്റെ പേരിൽ ഒരു KSRTC ഡ്രൈവറെ അടക്കം പരസ്യമായി ശകാരിക്കുന്നതും അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് മന്ത്രി പോയത്. ഇതിൽ ഈ ജീവനക്കാർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വാഹനങ്ങളിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കുപ്പികൾ പോലും അത് കൃത്യമായി ശേഖരിക്കാൻ പോലും ഒരു സംവിധാനം ഇല്ലാതെയാണ് മന്ത്രിയുടെ ഈ പ്രകടനങ്ങൾ എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ കനകക്കുന്നിലെ പരിപാടിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ വാഹനങ്ങൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന പരിപാടിയിൽ ആൾ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമൊക്കെ നടത്തുകയും പരസ്യമായി പരിപാടി റദ്ദാക്കുകയും ഒക്കെ ചെയ്ത ഒരു രീതി, അതിൻ്റെ നടത്തിപ്പുകാരനായ ഉദ്യോഗസ്ഥരുടെ പരസ്യമായി നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം, വെല്ലുവിളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം മന്ത്രിയുടെ പരിപാടി നടക്കുന്നിടത്ത സ്ഥലത്തേക്ക് വന്ന വാഹനത്തിൻ്റെ ഹോൺ തുടർച്ചയായി മുഴങ്ങിയതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥനെ ശകാരിക്കുകയും നടപടി വിശദീകരണം തേടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം. ഇതിൽ കൃത്യമായി ഈ വാഹനത്തിൻ്റെ ഹോൺ അത് ജാം ആയതുകൊണ്ടാണ് തുടർച്ചയായി ഹോൺ മുഴങ്ങിയെന്നുള്ള ആ വിശദീകരണം പോലും കേൾക്കാൻ മന്ത്രി തയ്യാറാകാതിരുന്നത് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ KB ഗണേഷ് കുമാറിനെതിരെ വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വികാരം ഈ പറയുന്ന സംഘടനകളെല്ലാം രൂപപ്പെടുന്നത്. മന്ത്രിക്ക് മീഡിയ മാനിയാണ്, അല്ലെങ്കിൽ മന്ത്രി ഷോ ഓഫ് കാണിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളാണ് ഈ ജീവനക്കാരുടെ സംഘടനകൾ ഇപ്പോൾ വ്യാപകമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വകുപ്പിൽ ജീവനക്കാർക്ക് ജോലി എടുക്കണമെങ്കിൽ അതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കിത്തിരിക്കുകയും അതേസമയം അവരുടെ ഈ പറയുന്ന ഒരു മാനസികാരോഗ്യത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരസ്യമായിട്ടുള്ള വിമർശനങ്ങൾ, അതും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ആ ജീവനക്കാരെ മുഴുവൻ വലിച്ചിട്ട് അവരെ കുറ്റക്കാരാണ്, ഇവരാണ് ഈ KSRTC നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കൊക്കെ ഒരു പൊതുചിത്രം ഉണ്ടാക്കിയെടുക്കാൻ മന്ത്രി ശ്രമിക്കുന്നു. താനെല്ലാം കൃത്യമായി ചെയ്യുന്നു, അതേസമയം ജീവനക്കാർ ഒന്നും തന്നെ കൃത്യമായി ചെയ്യുന്നില്ല തുടങ്ങിയിട്ടുള്ള രീതിയിലേക്കൊക്കെ ഒരു പൊതു നരേറ്റീവ് മന്ത്രി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വിമർശനങ്ങളാണ് ഇപ്പോൾ ജീവനക്കാരുടെ സംഘടനകൾ ഉയർത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മന്ത്രിയുടെ രീതി തുടർന്നാൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്നുള്ളതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് മന്ത്രി പോകുന്നിടത്തെല്ലാം ഇത്തരം ഓൺലൈൻ മീഡിയാസിനെയും ഒക്കെ അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളെയും ഒക്കെ കൊണ്ടു നടക്കുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. ഇതൊരു ഇത്തരത്തിലുള്ള ഷോ ഓഫ് നടത്തുന്നതിൽ നിന്ന് മന്ത്രി പിന്നോട്ട് പോകണം എന്നുള്ളൊരു പൊതുവികാരവും ഈ സംഘടനകൾക്കിടയിൽ ഇപ്പോൾ ശക്തമാണ്. ശരി പ്രജിത്ത്, ഗതാഗത മന്ത്രിയുടെ ഷോക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം പുകയുന്നത്. പലതരത്തിലുള്ള ഗതാഗത പരിഷ്കാരങ്ങളൊക്കെ തന്നെ മന്ത്രി കൊണ്ടുവന്നിരുന്നു. പക്ഷേ ആ പ്രകടനത്തിലാണ് ജനങ്ങൾക്കായാലും ഒപ്പം തന്നെ വകുപ്പിലായാലും പ്രതിഷേധം പുകയുന്നുണ്ട്.